ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടത്തിലെ 1-ാം വാരം ചൊവ്വ. നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഈശോയുടെ അധികാരത്തെക്കുറിച്ച് അത്ഭുതപ്പെടുന്ന ജനക്കൂട്ടത്തെ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ കാണുന്നു. ആശ്രമത്തിന്റെ പുതിയ ആശ്രമാധിപന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടു. എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാൾ. അയാൾക്ക് ആ സ്ഥാനം ലഭിച്ചില്ല. പകരം അയാൾക്ക് ലഭിച്ചത് തോട്ടം സൂക്ഷിപ്പുകാരൻ എന്ന ചുമതലയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പലർക്കും സങ്കടമായി. അതിലൊരു ശിഷ്യൻ ഈ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുവിന്റെ അടുത്തേക്ക് എത്തി സങ്കടത്തോടുകൂടി വിഷണ്ണനായിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് താങ്കൾ പുതിയ ആശ്രമാധിപനായി തിരഞ്ഞെടുക്കപ്പെടും എന്നാണ്. സാരമില്ല, പോട്ടെ. തനിക്ക് മാത്രമാകുന്ന വശ്യമായ പുഞ്ചിരിയോടുകൂടി ഗുരു അയാളോട് പറയുന്നുണ്ട്, യഥാർത്ഥ പുഷ്പങ്ങളെ അറിഞ്ഞ ഒരാൾക്ക് എന്തിനാണ് പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ട് ആവശ്യം? യഥാർത്ഥ പുഷ്പങ്ങളെ അറിഞ്ഞ ഒരാൾക്ക് കൃത്രിമമായ പുഷ്പങ്ങളെ കൊണ്ട് ആവശ്യമില്ല. അതൊരു തിരിച്ചറിവായി ശിഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അധികാരവും ആധികാരികതയുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഈശോ തനിക്ക് ലഭിച്ച അധികാരത്തെ മാത്രം മുൻനിർത്തിയല്ല സംസാരിച്ചിരുന്നത്. ദൈവപുത്രൻ എന്ന അധികാരം ഈശോയ്ക്ക് നൽകപ്പെട്ടിരുന്നു. എന്നാൽ താൻ സ്വായത്തമാക്കിയ തന്റെ ജീവിത മാതൃക കൊണ്ട്, ജീവിത നിലവാരം കൊണ്ട് സ്വായത്തമാക്കിയ ആധികാരികത കൂടി ഈശോയുടെ പ്രബോധനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനക്കൂട്ടം അവിടുത്തെ വാക്കുകളിൽ സ്തബ്ധരായി നിന്നുപോയത്. എങ്ങനെയാണ് നമുക്ക് ആധികാരികത ജീവിതത്തിൽ ലഭിക്കുന്നത്? അത് ഈശോയുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് വ്യക്തമാണ്. സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒരു കരണത്തടിക്കുന്നവനും മറുകരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈശോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യനെ പോലും നെഞ്ചോട് ചേർത്ത് നിർത്താനായിട്ടുള്ള ധൈര്യം ഈശോ തന്റെ ജീവിതത്തിൽ എടുത്തു കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുറച്ച് ഒരാൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഒരാൾക്ക് ആധികാരികത ലഭിക്കുന്നത് എന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു. ഈ സുവിശേഷ ഭാഗം നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ഈ സുവിശേഷ ഭാഗത്തെ മുൻനിർത്തി വിലയിരുത്താൻ പരിശ്രമിക്കാം. അധികാരത്തോട് ഉള്ള ഭ്രമത്തെക്കുറിച്ചല്ല സുവിശേഷം പറയുന്നത്, മറിച്ച് ആധികാരികതയോട് ഉണ്ടാകേണ്ട സ്നേഹത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നമുക്കും ഈശോ കാണിച്ചു തന്ന ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം. അതിനുവേണ്ട കരുത്തിനു വേണ്ടി കൂടി നമുക്ക് ഈ സുവിശേഷ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ആമേൻ.